യൗവനം പോലെ ഇടവും വലവും നോക്കാതെ മുന്നോട്ട് കുതിക്കുന്ന പ്രധാന പാതയിൽ നിന്ന് യഥാർത്ഥത്തിൽ അത്രയൊന്നും അകലെയായിരുന്നില്ല സർക്കാർ വക വൃദ്ധസദനം. ഒരിടവഴിയുടെ ദൂരം മാത്രം. വിശാലമായൊരു പറമ്പിൽ പഴയ മാതൃകയിലൊരു കെട്ടിടം. ആട്ടുകല്ലും ഇടനാഴിയും അകത്തളവുമൊക്കെയുള്ള ഒന്ന്. പഴയ കാലത്തെ അതേപടി നിലനിർത്താനായി വളരെ ശ്രദ്ധിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്ന് എന്നൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞത്. വൃദ്ധസദനത്തിന് മുന്നിൽ ചെറിയൊരു പൂന്തോട്ടം. പറമ്പിൽ അവിടെ ഒറ്റപ്പെട്ട വൃദ്ധവൃക്ഷങ്ങൾ. അതിനപ്പുറം ഒരു കുന്നിൻ ചെരുവ്. അന്തേവാസികൾ അവർ 12 പേരായിരുന്നു. നോക്കാൻ 2 ആയമാർ. മൊത്തം ചാർജ് വഹിക്കാൻ ഒരു ചെറുപ്പക്കാരനും. ചെറുപ്പക്കാരൻ്റെ ആദ്യത്തെ ജോലിയായിരുന്നു അത്. ജോലി കിട്ടുന്നതിനു മുമ്പ് ഒഴിവു സമയങ്ങൾ ടൗണിലെ പാർട്ടി ഓഫീസിൽ ചെലവഴിക്കുന്ന വിപ്ലവത്തോടും നല്ല നാളെ എന്ന സ്വപ്നത്തോടും ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു ശരാശരി ചെറുപ്പക്കാരനായിരുന്നു അയാൾ. ജോലിയിൽ ചേർന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് അയാൾ അസ്വസ്ഥനാവാൻ തുടങ്ങി. അതെന്തിനെ കുറിച്ചാണെന്ന് അയാൾക്ക് മനസ്സിലായതുമില്ല. എത്ര ശുഷ്കാന്തിയോടെ ജോലിയെ സമീപിച്ചിട്ടും മായ്ച്ചാലും മായാത്ത കറ പോലെ എന്തോ ഒന്ന് വൃദ്ധസദനത്തിലെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുവെന്ന് അയാൾക്ക് തോന്നാൻ തുടങ്ങി. അയാൾക്ക് അപരിചിതമായ നിശബ്ദതയുടെ ലോകമായിരുന്നു വൃദ്ധസദനം. അവർ വളരെ കുറച്ചു മാത്രം സംസാരിച്ചു. പലപ്പോഴും വെറും നിശ്വാസങ്ങളിലൂടെയും കൊടിയ ചിരിയിലൂടെയും വെറും ഒരു മങ്ങിയ ശൂന്യമായ നോട്ടത്തിലൂടെയും മാത്രം. ഇതിനൊരു അപവാദം ശിവരാമൻ നായർ എന്ന വൃദ്ധൻ മാത്രമായിരുന്നു. നിശബ്ദതയിൽ അയാളുടെ പൈശാചികമായ ശാപവചനങ്ങൾ സദാ മുഴങ്ങി. ഇരുട്ടുപിടിച്ച ഇടനാഴി, ഇലയനങ്ങാത്ത നിശ്ചലത, വൃദ്ധവൃക്ഷങ്ങളുടെ ഇടതൂർന്ന മൗനം, ഉറ്റുനോക്കുന്ന 12 ജോഡി കണ്ണുകൾ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പിടിച്ചു കയറുന്ന വ്യഗ്രതയോടെയാണ് ചെറുപ്പക്കാരൻ നിത്യവും ടൗണിലേക്കുള്ള ബസ്സിൽ ചാടിക്കയറിയിരുന്നത്. അത്തരം സായാഹ്നങ്ങളിൽ അയാൾ പാർട്ടി ഓഫീസിൽ കയറാതെ നിരത്തുകളിൽ അലഞ്ഞു നടന്നു. ജനപ്പെരുപ്പത്തിൻ്റെയും മണിക്കൂറിൽ എത്ര തൊഴിൽ രഹിതർ ഉണ്ടാകുന്നുമെന്നുള്ള കണക്കുകൾക്കുമപ്പുറം അയാൾ നിത്യേന ആരോരും അറിയാതെ എത്ര വയസ്സായവർ ഉപയോഗശൂന്യമായ വസ്തുക്കളെപ്പോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടെന്ന കണക്ക് തേടി വിഹ്വലനായി അലഞ്ഞു. അയാൾക്ക് എന്തോ ഒന്ന് മറക്കണമായിരുന്നു. എന്തോ ഒന്ന്. അതിനായി അസ്വസ്ഥതയുടെ പാരമ്യത്തിൽ ജീവിതത്തെക്കുറിച്ച് ഒരു ഉറപ്പിനെന്ന വണ്ണം വേശ്യാലയങ്ങളിൽ അന്തിയുറങ്ങി. എന്നിട്ടും എല്ലാ പ്രഭാതങ്ങളിലും ശ്മശാനത്തിലേക്ക് പ്രവേശിക്കുന്നവൻ്റെ മൂകവും മ്ലാനവുമായ മനസ്സോടെ അയാൾ വൃദ്ധസദനത്തിൻ്റെ പടികൾ കയറി. അന്നും പതിവ് പോലെ ഒരു സായാഹ്നമായിരുന്നു. ഓഫീസ് മുറിയിലിരുന്നാൽ ചെറുപ്പക്കാരന് കോലായിൽ തൂണിൽ ചാരിയിരിക്കുന്ന ഭഗീരഥി അമ്മയെ കാണാമായിരുന്നു. ദൂരെ എവിടെയോ അലയുന്ന നോട്ടം. കുന്നിൻ ചെരുവിലെ നീളുന്ന നിഴലുകൾ, തണലത്ത് കിടന്ന് അയവിറക്കുന്ന പശുക്കൾ, അവയുടെ ഏകാന്തവും ശാന്തവുമായ കണ്ണുകൾ. പോയി മറഞ്ഞൊരു കാലം അയവിറക്കുന്ന ഭഗീരഥി അമ്മയുടെ ഓർമ്മയിൽ ഒരു പാദസരമോ അരഞ്ഞാണമോ കിലുങ്ങുന്നുണ്ടാവുമോ? ഒരു കുഞ്ഞു കാൽപ്പാടാണോ അവർ മുറ്റത്ത് തിരയുന്നത്? കാറ്റ് കടന്നു പോകവേ ഉലയുന്ന വൻമരം പോലെ ഒരു ദീർഘനിശ്വാസത്തിൽ അവർ ഉലയും. ആട്ടുകട്ടിലിരുന്ന് മുറുക്കാൻ ചെല്ലം തുറക്കുന്ന കൃഷ്ണയർ അപ്പോഴൊന്ന് മുരടനക്കും. എൻ്റെ കുട്ടികൾ ഇவ்விധം. ഈശ്വര, എന്താണ് ഭഗീരഥി അമ്മയുടെ ദീർഘനിശ്വാസത്തിൻ്റെ അർത്ഥം? സാരമില്ല ഭഗീരഥി അമ്മേ, കുട്ടികൾ എന്നെന്നും കുട്ടികളായിരിക്കില്ലല്ലോ എന്നാണ് അനന്തകൃഷ്ണയരുടെ മുരടനക്കലിൻ്റെ സാന്ത്വനം. ഒരു കുഞ്ഞുടുപ്പിൽ പൂ തുന്നിച്ചേർക്കുന്ന മുത്തുലക്ഷ്മി അമ്മ കണ്ണടയ്ക്ക് മുകളിലൂടെ ആ രംഗം വീക്ഷിക്കും. അപ്പോഴും ശിവരാമൻ നായർ ക്രുദ്ധനായി തോട്ടത്തിൽ ഊന്നുവടി ശബ്ദമുണ്ടാക്കി നിലത്തടിച്ച് ഉലാത്തുന്നുണ്ടാവാം. ശാപവാക്കുകൾ ഉതിർത്തുകൊണ്ട്. ഒരു ചില്ലിക്കാശ് ഒരെട്ടെണ്ണത്തിനും കൊടുക്കില്ല, ഒന്നും കുണം പിടിക്കില്ല. മാളികപ്പുരയിലെ ശിവരാമനാ പറയുന്നത്. വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുവന്ന അവറാച്ചൻ അത് കേട്ടാൽ കുരിശു വരയ്ക്കും. കണ്ണടച്ച് ആരോടെന്നില്ലാതെ പറയും. ഒരു കൊമ്പൊടിയുകയോ ഒരു തൂവൽ കൊഴിയുകയോ ഒരു നിശ്വാസത്തിൽ ആ വാക്കുകളും മായും. അർത്ഥവിരാമ ചിഹ്നങ്ങൾ പോലെ അലയുന്ന കുറേ മനുഷ്യർ എന്നാണ് ചെറുപ്പക്കാരന് തോന്നുക. അന്നും പതിവുകൾ ഒപ്പിച്ച ഒരു സായാഹ്നമായിരുന്നു. കുന്നിൻ ചെരുവിൽ ഒരു കൂട്ടം കുട്ടികൾ പട്ടം പറപ്പിച്ചുകൊണ്ട് ഓടി. പരിഭ്രമിച്ചോടുന്ന കുഞ്ഞാടുകളുടെ കുടമണി കിലുക്കി. ഒരു പശുക്കിടാവിൻ്റെ കരച്ചിലിന് വൃക്ഷങ്ങളുടെ മറവിൽ നിന്ന് അതിൻ്റെ അമ്മയുടെ മറുപടി ഉയർന്നു. പോക്കുവെയിൽ വീണ് ആ കുന്നിൻ ചെരുവ് തിളങ്ങി നിന്നു. പെട്ടെന്ന് പ്രധാന പാത തിരിഞ്ഞ് ഒരു ടാക്സിക്കാർ പ്രത്യക്ഷപ്പെട്ടു. 12 ജോഡി കണ്ണുകളിൽ പോക്കുവെയിൽ പോലെ എന്തോ പ്രത്യക്ഷമായി തിളങ്ങി. ടാക്സിയിൽ നിന്ന് ഒരു വൃദ്ധയെയും താങ്ങി കുലീനയായ ഒരു സ്ത്രീ നടന്നു വരികയാണ്. തൊട്ടു മുമ്പിലായി ഓടിച്ചാടി ഒരു ചെറിയ പെൺകുട്ടിയും. ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി.
വൃദ്ധയെ തിണ്ണയിൽ കിടത്തിയ ശേഷം കൂടെ വന്ന ചെറുപ്പക്കാരി പറയുന്നു, എൻ്റെ വീട്ടിലെ വേലക്കാരിയാണ്. പല വീടുകളിലായി ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നതാണ്. ഇന്ന് നിരത്തുവക്കിൽ തളർന്നു കിടക്കുന്നതായി പലരും വന്നു പറഞ്ഞു. ഞാനിവിടെ ഇവർക്ക് ഉറ്റവരോ ഉടയവരോ? ലെഡ്ജർ ബുക്ക് തുറന്ന് ചെറുപ്പക്കാരൻ ചോദിക്കുന്നു. ആരുമില്ല, ഞാനൊരു ടാക്സി പിടിച്ച് ഇങ്ങ് കൊണ്ടുവന്നതാണ്. കറുത്ത കണ്ണുകൾ അയാളുടെ മുഖത്ത് തങ്ങി നിന്നു. മനസ്സിലൊരു ജനൽ തുറന്നു കിട്ടിയ സന്തോഷത്തോടെ അയാൾ എഴുന്നേൽക്കുകയാണ്. അന്ധകാരത്തിൽ ദൃശ്യമായ പ്രകാശരശ്മി എന്ന പോലെ അയാൾ ആ യുവതിയെ ആദരവോടെ തൊഴുകയാണ്. നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത്, വലിയൊരു കാര്യം. ഇവർ ആ തെരുവിൽ കിടന്നു മരിക്കാൻ അനുവദിച്ചില്ലല്ലോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഭൂ ശിവരാമൻ നായർ നടപ്പാതയിൽ നീട്ടി തുപ്പി. അവരുടെ പ്രൗഢവും കുലീനവുമായ നോട്ടം ഉറ്റുനോക്കി നിൽക്കുന്ന 12 മുഖങ്ങളിൽ തെല്ലിട തങ്ങി നിന്നു. പിന്നെ സ്വന്തം കുഞ്ഞിനെ വിളിച്ച് പടിയിറങ്ങുകയായി. അനന്തകൃഷ്ണനോടൊപ്പം ആട്ടുകട്ടിലാടി ഭഗീരഥി അമ്മയുടെ മടിയിൽ കയറിയിരുന്ന മുത്തുലക്ഷ്മി അമ്മയുടെ കുഞ്ഞു കുപ്പായം പരിശോധിച്ച് ആ കുഞ്ഞും യാത്രയായി. കാർ പ്രധാന പാതയിലേക്ക് തിരിഞ്ഞു മറയവേ വൃദ്ധ കണ്ണു തുറന്നു. ഉറ്റുപാർത്ത് നിൽക്കുന്ന കണ്ണുകളിൽ നോക്കി അവർ അലമുറയിടുകയാണ്. അവളെവിടെ? എൻ്റെ മകൾ എവിടെ? ഏതു മകൾ? പുതുതായി കിനിയുന്ന കനിവോടെ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു. എൻ്റെ കൂടെ വന്ന എൻ്റെ മകൾ, അവൾ എവിടെ? ആവർത്തിക്കാൻ ഭാവിച്ച ചോദ്യം ഒരു നടുക്കത്തിൽ അങ്ങ് നിശബ്ദമാവുമ്പോൾ അതിൻ്റെ ഉത്തരം പഴുത്ത ഇലകളും കാറ്റും പറഞ്ഞുകൊണ്ടേയിരുന്നു.